പോകുന്നത് നോമ്പുതുറ സ്പെഷ്യൽ തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ പായസം, തരി കാച്ചിയത് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന ഒരു വിഭവമാണിത്. അതിനായിട്ട് 1 ഗ്ലാസ് പാല് ഞാൻ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഈ ഒരു ഗ്ലാസിൻ്റെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്ലാസ്സിന് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 ടീസ്പൂണോളം റവ വേണം. ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലക്ക, 1 ഗ്രാമ്പു, പിന്നെ നെയ്യ് വറുക്കാനായിട്ട് കാഷ്നട്ട് ഉണ്ട്, ചുവന്നുള്ളി ഉണ്ട്, ഉണക്കമുന്തിരിങ്ങയും നെയ്യിൽ വറുക്കണം. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് തരി കാച്ചിയത് എങ്ങനെ തയ്യാറാക്കുന്നതെങ്ങനെ നോക്കാം. പാല് ചൂടാക്കാം. അതിലോട്ട് നമുക്ക് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇടാം. ഗ്രാമ്പു ഇട്ട് കൊടുത്ത് 3 ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്തു. പാല് ഒക്കെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ സേമിയ പായസത്തിൽ ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാത്രം വളരെ നല്ല ക്ലീൻ ആയിരിക്കണം. കാരണം അല്ലെങ്കിൽ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് പാലൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് റവ ഇട്ട് കൊടുക്കാം. റവ ഒന്ന് റോസ്റ്റ് ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു നോമ്പുതുറ സ്പെഷ്യലാണ് തരിക്കഞ്ഞി. പാല് തിളച്ചിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് റവ ഇട്ട് കൊടുക്കുവാണ്. 2 ടീസ്പൂണോളം റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. റവ ഒന്ന് വേവണം. പാല് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇടണം. ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ 3-4 മിനിറ്റ് കൊണ്ട് നമ്മുടെ തരിക്കഞ്ഞി അല്ലെങ്കിൽ റവ പായസം റെഡിയാകും. അങ്ങനെ നമ്മുടെ റവ ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പം ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. ആദ്യം നെയ്യ് ഒഴിച്ച് അതിനകത്തോട്ട് നമുക്ക് ആദ്യം ഉണക്കമുന്തിരിങ്ങ ഇടാം. കാഷ്നട്ട് ചേർക്കുവാണ്. കാഷ്യൂ ഉണക്കമുന്തിരി ചേർക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചേർക്കുന്നത് വളരെ ഹെൽത്തി ആയിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് ചെറിയുള്ളി മാത്രം വേണമെങ്കിൽ നെയ്യ് ചാലിച്ച് ചേർത്താൽ മതി. അപ്പോൾ വളരെ നല്ല ടേസ്റ്റാണ്. ഞാൻ ചുവന്നുള്ളിയോടെ ഇടുവാണ്. ഈ റവ പായസത്തിലേക്ക് അല്ലെങ്കിൽ തരി കാച്ചിയിലേക്ക് നമുക്ക് കാഷ്നട്ടും ഉണക്കമുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ്. 2-3 മിനിറ്റ് ശേഷം നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റായി ഞാൻ ഇത് ഇളക്കി കൊടുത്തു. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.